Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് ആണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. സോ MCOM 4 സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ്, ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 2. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് SA ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ദെൻ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ചങ്ക് മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇൻകം ടാക്സ്, ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 2 നമുക്ക് 3rd സെമസ്റ്ററിൽ പഠിച്ച ഇൻകം ടാക്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. നമ്മൾ 3rd സെമസ്റ്ററിൽ പഠിച്ച് അവസാനിപ്പിച്ചത് അസസ്മെന്റ് ആണ്. അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വലും അസസ്മെന്റ് ഓഫ് HUF ആണ് നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഉണ്ട്, HUF ഉണ്ട്, ഫേം, AOP, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ട്രസ്റ്റ്, സൊസൈറ്റി, കമ്പനി, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൻ്റെ ഒക്കെ അസസ്മെന്റ് ആണ് നമുക്ക് ഈ 2 സെമസ്റ്ററുകളിലായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻഡിവിജ്വലും HUFും നമ്മൾ ഓൾറെഡി 3rd സെമസ്റ്ററിൽ ഫിനിഷ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതിലാദ്യം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അസസ്മെന്റ് ഓഫ് ഫേം ആണ് പഠിക്കാനുള്ളത്. ദെൻ പിന്നെ അസസ്മെന്റ് ഓഫ് AOP ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ദെൻ അസസ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ദെൻ അസസ്മെന്റ് ഓഫ് ട്രസ്റ്റ്, ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ അസസ്മെന്റ് ഓഫ് കമ്പനീസ്. അതിനുശേഷം നമുക്ക് വരുന്നത് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജറൽ ഡിസിഷൻസ്, അതുപോലെ തന്നെ ടാക്സ് പ്ലാനിങ് അണ്ടർ വാരിയസ് സർക്കംസ്റ്റാൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഇൻഡിവിജ്വൽ ആവട്ടെ, HUF ആവട്ടെ, സൊസൈറ്റി, കമ്പനി, ഇതിൻ്റെ ഒക്കെ ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ അതിൻ്റെ മാനേജറൽ ഇംപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് ലാസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 5 മൊഡ്യൂൾസിനെ ഒരു 7 ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ആദ്യത്തെ 1-2 ചോദ്യത്തിനുള്ള മറുപടി നൽകുകയാണ്. SA ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററും SA കമ്പൽസറി ആയിട്ട് വരുന്ന ചാപ്റ്ററും നമുക്ക് പറയാനുള്ളത് അസസ്മെന്റ് ഓഫ് കമ്പനിയാണ്. 3 പാർട്ടിലും നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന മൊഡ്യൂളാണ് അസസ്മെന്റ് ഓഫ് കമ്പനി. 2 വെയിറ്റേജ് ചോദ്യം, 3 വെയിറ്റേജ് ചോദ്യങ്ങൾ, അതുപോലെ തന്നെ SA കമ്പൽസറി ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. 4 SA ചോദ്യങ്ങളിൽ 3 പ്രോബ്ലംസും ഒരു തിയറിയാണ് വരാറ്. അതിൽ കമ്പൽസറി ആയിട്ട് നമുക്ക് SA എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് അസസ്മെന്റ് ഓഫ് കമ്പനിയിൽ നിന്നാണ്. പിന്നെ നമുക്കൊരു SA എന്ന് പറയുമ്പോൾ പ്രോബ്ലം 5ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് 6th ചാപ്റ്റർ കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജറിയൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ പ്രോബ്ലംസ് ഉണ്ട്, ബട്ട് അത് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന പ്രോബ്ലം ഇടുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. എസ്പെഷ്യലി ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ, പഠിച്ച് കഴിയാത്ത കുട്ടികൾ, അപ്പോൾ അവരൊക്കെ മറ്റ് ടോപ്പിക്സിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിച്ച് SA നല്ല മാർക്കിലോട്ട് സ്കോർ ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഓഫ് കമ്പനി, പിന്നെ നമുക്ക് ഫേം ഉണ്ട് ആദ്യത്തെ ചാപ്റ്റർ, അതിൽ നിന്ന് SA ഇടാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണെന്ന് പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ചില സമയത്ത് ഫേമിൽ നിന്ന് 2 വെയിറ്റേജും 3 വെയിറ്റേജും മാത്രം ചോദിക്കാറുള്ളൂ, SA ഇടാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഫേമിൽ നിന്ന് വീണ്ടും SA ഇടും എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഫേം ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ കമ്പനി SA ടോപ്പിക്കാണ്. അതുപോലെ തന്നെ മാനേജറൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്പർ 6ൽ നിന്നൊരു പ്രോബ്ലം വരും, ബട്ട് അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് സാധാരണ കണ്ടുവരാറ്. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ ഒരു തിയറി എന്ന് പറയുന്നത് ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ചില സമയത്ത് ടാക്സ് പ്ലാനിങ് അണ്ടർ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ് ഉണ്ട്.
അപ്പോൾ അതിൽ ടാക്സ് പ്ലാനിങ്, ഈ പറയുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടാക്സ് പ്ലാനിങ് എങ്ങനെയാണ്, ലൊക്കേഷനിൽ എങ്ങനെയാണ്, അങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. അതല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ തേർഡ് സെമസ്റ്ററിൽ കണ്ടുള്ള ബേസിക് ചോദ്യമുണ്ട്, ടാക്സ് മാനേജ്മെന്റ്, ടാക്സ് പ്ലാനിങ്, ഇതിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 4 essay ചോദ്യം എന്ന് പറയുമ്പോൾ കമ്പനി മസ്റ്റ് essay, ദെൻ നമ്മുടെ ചാപ്റ്റർ നമ്പർ 6 ഒരു പ്രോബ്ലം വരാറുണ്ട്, ഫേമിൽ നിന്ന് ഒരു പ്രോബ്ലം വരാറുണ്ട്, ഒരു തിയറി എന്ന് പറയുന്നത് മിക്കതും ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് തിയറി ആയിട്ട് വരാറ്. അപ്പോൾ ഇതാണ് essay ടോപ്പിക്സ്. ഇനി 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൽ കണ്ടുവരുന്ന രീതി എന്ന് പറയുന്നത് ആദ്യത്തെ ചാപ്റ്ററുകളിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ടോപ്പിക്കുകളുണ്ട്. ഇപ്പോൾ ഫേം 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് മെജോറിറ്റി കണ്ടുവരാറ്. ബട്ട് essayയും ഇടാറുണ്ട്, essayക്കുള്ള സ്കോപ്പും കൂടി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം essay വന്നിട്ടായിരുന്നു, essay ടബാകിയ, ഞാൻ പറഞ്ഞു കുറച്ചും കൂടി നല്ല ടോപ്പിക്കാണ് ഫേം. അപ്പോൾ 2 വെയിറ്റേജ് 3 വെയിറ്റേജ്, അതുപോലെ തന്നെ AOP-യിൽ നിന്ന് ഒരു ചോദ്യമേ വരാറുള്ളൂ മിക്കതും. അതൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് 3 വെയിറ്റേജിനിൽ കാണാം. 7 ചോദ്യങ്ങൾ 3 വെയിറ്റേജിനിൽ വരുന്നതിൽ 4 പ്രോബ്ലംസും 3 തിയറി ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. അപ്പോൾ അതിൽ നമുക്ക് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് AOP-യിൽ നിന്ന് വരാറുണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിൽ നിന്ന് 2 വെയിറ്റേജിൻ്റെ തിയറി വരാറുണ്ട്. അതുപോലെ തന്നെ 3 വെയിറ്റേജിൻ്റെ ഒരു പ്രോബ്ലം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വരാറുണ്ട്. പിന്നെ ATP കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡിഡക്ഷൻ ഉണ്ട്, അതിൻ്റെ തിയറി, അതിൻ്റെ പ്രൊവിഷൻസ് വരാറുള്ളതാണ്. അപ്പോൾ അതിലും 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ആണ് വരാറ്. പിന്നെ ട്രസ്റ്റ് 2 വെയിറ്റേജിൻ്റെ ഒരു തിയറി, പിന്നെ ട്രസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം, ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ. അപ്പോൾ 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ടോപ്പിക്സിൽ നിന്നാണ് മെജോറിറ്റി കണ്ടുവരാറ്. പിന്നെ 2 വെയിറ്റേജിൽ അതുപോലെ തന്നെ 3 വെയിറ്റേജിൽ നിന്നും തിയറി. ലാസ്റ്റ് ടോപ്പിക്സ് ഞാൻ പറഞ്ഞു ചാപ്റ്റർ നമ്പർ 7, ചാപ്റ്റർ നമ്പർ 6, ഈ 2 ടോപ്പിക്സിൽ കുറച്ച് ഏരിയാസ് പിക്ക് ചെയ്ത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ബുക്കിൽ നോക്കുകയാണെങ്കിൽ വലിച്ചു വാരി നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് അതിൽ നിന്ന് ഡിറക്റ്റ് തിയറി ചോദ്യങ്ങൾ മാത്രമാണ് വരാറ്. ഇപ്പം ഡീമർജർ, അമാൽഗമേഷൻ, അങ്ങനെയുള്ള കുറേ ടോപ്പിക്കുകളുണ്ട്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്താണ്, ഓൺ ഓർ ലീസ്, അങ്ങനത്തെ കുറച്ച് ടേമുകളുണ്ട്. അത് നമ്മൾ ഓൺ ഓർ ലീസ്, മേക്ക് ഓർ ബൈ ഡിസിഷൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്. ബുക്കിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ കൺസെപ്റ്റും ഡീറ്റെയിൽഡ് വേർഷനും കാണാം. ബട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും വരാറില്ല. അപ്പോൾ സ്മാർട്ടായിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ മൊത്തം സിലബസിനെ ഒന്ന് ആദ്യം തന്നെ സമ്മപ്പ് ചെയ്ത് തന്നതാണ്. വലിച്ചു വാരി പഠിക്കാതിരിക്കുക. കമ്പനി ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ, ദെൻ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങൾക്ക് ആദ്യത്തെ ഫേം, കോപ്പറേറ്റീവ് സൊസൈറ്റി, AOP, ട്രസ്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുക. അപ്പം ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ 4-5 ടോപ്പിക്സ് കമ്പനി വരെയുള്ളത് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു 60 to 70% മാർക്ക് കയ്യിൽ കിട്ടും. അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഈ പറയുന്ന ലാസ്റ്റ് ഏരിയ ആണ് ഇതിൽ ഏറ്റവും ടഫസ്റ്റ്, എസ്പെഷ്യലി ചാപ്റ്റർ നമ്പർ 6. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പഠിക്കാനുണ്ട്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം ഹോളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ വരുന്ന ചോദ്യം ഭയങ്കര ഇൻഡയറക്റ്റ് മോഡും ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഈ പേപ്പറിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയണത് ഇൻ ടൈമിൽ ഇത് അവസാനിപ്പിക്കാൻ പാടാം. പിന്നെ എന്തായാലും ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈസി പേപ്പറാണെന്ന് വിചാരിച്ചിട്ട് പോകരുത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പേപ്പർ കുറച്ചും കൂടി എളുപ്പം പേപ്പറായിരുന്നു, കുട്ടികൾക്ക് സന്തോഷമായി. എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല, മനസ്സിലാവുണ്ടോ? കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ 3rd സെമസ്റ്ററിൻ്റെ കേസിലോട്ട് പോവുകയാണെങ്കിലും ചില സമയത്ത് ഈസി പേപ്പർ കിട്ടും. എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം MCOM 3rd സെമസ്റ്റർ ഇൻകം ടാക്സ് പേപ്പർ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ടാക്സ് പേപ്പർ ഞാൻ എപ്പോഴും പറയുന്നതാണ്, 4 പേപ്പർ ഉള്ളതിൽ ഒരു പേപ്പർ എപ്പോഴും ഗൂഗിളി പേപ്പർ ഇടാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള പേപ്പർ, അത് ഏറ്റവും കണ്ടുവരാറ് ടാക്സിലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണെന്ന് വിചാരിച്ച് പഠിച്ചു തുടങ്ങുക. അതിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് അസസ്മെൻ്റ് ആദ്യത്തെ ഈ 4-5 ടോപ്പിക്കാണ്. ലാസ്റ്റ് 2 ടോപ്പിക്കുകൾ ബുദ്ധിമുട്ടാണെങ്കിലും അതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡിറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഞാൻ പറയും, അത് പിക്ക് ചെയ്ത് മിനിമം പഠിച്ചു പോവുക. ഓക്കെ,
അപ്പം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇത്രത്തോളം ഇൻട്രോയില് ഉൾക്കൊള്ളിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കുട്ടികളും ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് അവസാനിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റാണ്. അതിൻ്റെ കാരണം ഇതാണ്, പഠിക്കുന്ന രീതി ശരിയാവണില്ല. ഓക്കെ, സോ സ്റ്റാർട്ട് വിത്ത് അസസ്മെൻറ്റ് ഓഫ് ഫോം. ഫസ്റ്റ് ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞു ഇതിൽ 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ്. ഇപ്പോൾ എസ്സേയും വരുന്നുണ്ട്, ഭാഗ്യം പോലെ ഇരിക്കും. കഴിഞ്ഞ പ്രാവശ്യം എസ്സേ വന്നുകൊണ്ട് ഇപ്രാവശ്യം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പില്ല. അപ്പോൾ അതിലാദ്യം നിങ്ങൾക്ക് കാണാം കണ്ടീഷൻസ് പാർട്ണർഷിപ്പ് ഫോം അസസ്ഡ് ആസ് സച്ച് സെക്ഷൻ 184. നമുക്ക് 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് തിയറി വരാറുള്ള ഒരു ടോപ്പിക്കാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. പാർട്ണർഷിപ്പ് ഫോമിൻ്റെ സെക്ഷൻ 184 കണ്ടീഷൻസ് നമുക്ക് 3 വെയിറ്റേജിൻ്റെ തിയറി ചോദ്യമായിട്ട് വരാറുണ്ട്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ അതിനുശേഷം നമുക്ക് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്, അത് നമ്മൾ ഈ പറയുന്ന പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അറിയേണ്ട കൺസെപ്റ്റ് ആണ്. ബട്ട് അത് നമുക്ക് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സിൻ്റെ കാൽക്കുലേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പെർമിസിബിൾ ലിമിറ്റ് ഓഫ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ്. അപ്പോൾ അത് തിയറി ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പ്രോബ്ലം പഠിക്കാനായിട്ട് മുമ്പ് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബുക്ക് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്, അതും പഠിക്കണം. അതും തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചാലാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആദ്യം പ്രോബ്ലത്തിലോട്ട് പോണേക്കാൾ മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഈ ടോപ്പിക്കുകളൊക്കെ തിയറി ആയിട്ടും ചോദിക്കാറുള്ളതാണ്. ഞാൻ പറഞ്ഞു 3 വെയിറ്റേജിൻ്റെ നിർബന്ധമായും പഠിക്കണം. ദെൻ ഈ പറയുന്ന ഫേമിനെ റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലം 3 വെയിറ്റേജിൻ്റെ എപ്പോഴും കാണാറുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്കിതിൽ 2 വെയിറ്റേജിൻ്റെ തിയറി വരാനുള്ളതാണ്. ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. AMT എന്താണ്, അതുപോലെ തന്നെ LLP ആണ് നെക്സ്റ്റ് കാണാൻ സാധിക്കുക. LLPയുടെ ഫീച്ചേഴ്സ് നോക്കിയിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ കേട്ടോ LLPയുടെ ഫീച്ചേഴ്സ്, ഒരൊറ്റ പ്രാവശ്യം. പിന്നെ അതിനെ പിന്നെ നമുക്ക് ഫുൾ പ്രോബ്ലംസ് ആണ് വർക്കൗട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഫുൾ പ്രോബ്ലംസ് എന്ന് പറയണത് 3 വെയിറ്റേജിൻ്റെ ചോദിക്കുകയാണെങ്കിൽ ആ സ്കോപ്പുള്ള ചോദ്യങ്ങളായിരിക്കും. എസ്സേക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ലെങ്തിയുള്ള ചോദ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതൊക്കെ ടോപ്പിക്സ്, ആദ്യം പാർട്ണർഷിപ്പ് ഫോമിൻ്റെ 184, പിന്നെ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്, പിന്നെ ബുക്ക് പ്രോഫിറ്റ്. ഇത് 3ഉം തിയറി ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഈ ചോദ്യങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്. പിന്നെ കമ്പൽസറി ആയിട്ട് നമുക്ക് ഫേമിൻ്റെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാനോ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം 3 വെയിറ്റേജിൻ്റെയും അതുപോലെ തന്നെ 2 വർഷമൊക്കെ കൂടുമ്പോൾ SCക്കും വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ SCക്ക് വന്നു, ഇപ്രാവശ്യം അതുകൊണ്ട് വരുമെന്നുള്ളത് അറിയില്ല. ഇതാണ് നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, മൂവിങ് ടു അസസ്മെൻറ്റ് ഓഫ് AOP ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഇതിൽ AOPനെ റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലം നമുക്ക് 3 വെയിറ്റേജിൻ്റെ കണ്ടുവരാറുള്ളതാണ്. അതാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറ്. നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. AOPനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം അത് തന്നെയേ വരാറുള്ളൂ 3 വെയിറ്റേജിൻ്റെ. അത് വിട്ടിട്ട് വേറെ ഒന്നും അങ്ങനെ ഇതിൽ നിന്ന് കണ്ടുവരാറില്ല. ദാറ്റ്സ് ഓൾ ഒരു പ്രോബ്ലം. മൂവിങ് ടു ടോപ്പിക് നമ്പർ 3, അസസ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിൽ നിന്ന് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80P തിയറി വരാറുള്ളതാണ്. ഡിഡക്ഷൻ അണ്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. 80P കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്, അതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. 80Pയുടെ പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അത് തിയറി ആയിട്ട് ചോദിച്ചിട്ടില്ല എങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലം ആയിരിക്കും 3 വെയിറ്റേജിൻ്റെ വരാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാറ്. ഐ റിപ്പീറ്റ്, ഒന്നുകിൽ 80Pയുടെ പ്രൊവിഷൻസ് തിയറി, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലം, വലിയ കുഴപ്പമില്ലാത്തൊരു പ്രോബ്ലം വരാറുണ്ട്. അങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചോദ്യമല്ല, നമുക്ക് ഈസി ആയിട്ട് ഫുൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോബ്ലം വരാറുണ്ട് 3 വെയിറ്റേജിന് തന്നെ. സോ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ള. അപ്പോൾ 3 വെയിറ്റേജിൻ്റെ ഏതെങ്കിലും ഒരു ചോദ്യം. നെക്സ്റ്റ് അസസ്മെൻറ്റ് ഓഫ് ട്രസ്റ്റ് ആണ്. ഇതിൽ 2 വെയിറ്റേജിൻ്റെ ഒരു തിയറിയും വരാറുണ്ട്, ദെൻ പ്രോബ്ലം വരാറുണ്ട്. ചില സമയത്ത് 2 വെയിറ്റേജിൽ തന്നെ പ്രോബ്ലം വരാറുണ്ട്. അതിലിപ്പോൾ ട്രസ്റ്റ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. പബ്ലിക് ട്രസ്റ്റ്, പ്രൈവറ്റ് ട്രസ്റ്റ്, ഇതൊക്കെ എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ തിയറി ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു പ്രോബ്ലമാണ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള
ഒരു പ്രോബ്ലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. തിയറി കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് വലിച്ചു വാരി കാണാൻ സാധിക്കും. ബട്ട് ഐ റിപ്പീറ്റ്, ചാരിറ്റബിൾ ട്രസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം, പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ ബേസിക് തിയറി ചോദ്യവും നോക്കുക എന്നുള്ളതാണ്. പിന്നെ അതല്ലാണ്ട് നമ്മൾ ഇതിൽ നിന്ന് കൂടുതൽ കണ്ടുവന്നിട്ടില്ല. എന്തായാലും തിയറി ആദ്യം പറഞ്ഞു നോക്കുക, പിന്നെ ഇതിൻ്റെ പ്രോബ്ലം വരണം. അത് എപ്പോഴും വരാറുണ്ട്. ചില സമയത്ത് 2 വെയിറ്റേജോ അതല്ലെങ്കിൽ 3 വെയിറ്റേജോ. ഈസിയാണ് ട്രസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ വരുന്ന ടൈപ്പ് ചോദ്യങ്ങൾ മാത്രം പിക്ക് ചെയ്തെടുത്തിട്ട് പഠിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്. അപ്പോൾ ഇതൊക്കെ ഞാൻ അതാണ് പറഞ്ഞത്, 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് മെയിനായിട്ട്. മൂവിങ് ടു ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, അസസ്മെൻറ്റ് ഓഫ് കമ്പനി. 3 പാർട്ടിലും ചോദ്യങ്ങളുണ്ടായിരിക്കും. സോ ആദ്യം കമ്പനി എന്താണ്, പലതരത്തിലുള്ള കമ്പനി ഉണ്ട്. അസസ്മെൻറ്റ് ഓഫ് കമ്പനി, അതിൽ ഇന്ത്യൻ, ഡൊമസ്റ്റിക്, ഫോറിൻ, പിന്നെ ക്ലോസ്ലി ഹെൽഡ് കമ്പനി, പല തിയറി കാണാൻ സാധിക്കും. അതൊക്കെ എന്താണെന്നൊന്ന് നോക്കി വയ്ക്കണം കേട്ടോ. 2 വെയിറ്റേജിൽ ചില സമയത്ത് തിയറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഫോറിൻ കമ്പനി എന്താണ്, ഡൊമസ്റ്റിക് കമ്പനി എന്താണ്, ഇത് തിയറിയിൽ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നോൺ റെസിഡൻറ്റ് കമ്പനി എന്താണ്, നോൺ റെസിഡൻറ്റ് കമ്പനി കഴിഞ്ഞ പ്രാവശ്യം കണ്ട തിയറി ഉണ്ടായിരുന്നു 2 വെയിറ്റേജിൻ്റെ. എപ്പോഴും അതിലേതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. കമ്പനിയിലെ പലതരത്തിലുള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണം. അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടങ്ങാനായിട്ട് മുമ്പ് നമുക്ക് ഡിഡക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ബുക്കിൽ. അതൊക്കെ നോക്കണം. ദെൻ നമ്മുടെ പ്രോബ്ലമാണ് ടാക്സ് ലൈബിലിറ്റി. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം വരാം, കമ്പനിയുടെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എസ് എ കമ്പൽസറി. ചില സമയത്ത് കമ്പനിയിൽ നിന്ന് തന്നെ 2 ചോദ്യങ്ങൾ എസ് എ വരാറുണ്ട്. ദെൻ 3 വെയിറ്റേജിനും വരാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ടോപ്പിക്കാണ് കമ്പനി, അസസ്മെൻറ്റ് ഓഫ് കമ്പനി. അതിൽ എസ്പെഷ്യലി ചില സെക്ഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ചോദിക്കും. മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് സെക്ഷൻ 115JB ആപ്ലിക്കബിൾ ആയിട്ടുള്ള സംഭവമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്താണെന്നുള്ളത് തിയറിക്കും ചോദിക്കാം. ദെൻ 115JB റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം 3 വെയിറ്റേജിൻ്റെ തന്നെ എടുത്ത് ചോദിക്കാറുണ്ട്. ഒരു പ്രാവശ്യം എസ്സേക്കും വന്നിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ടോപ്പിക്കാണ് 115JB. ഓക്കെ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ബുക്ക് പ്രോഫിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, മാറ്റ്, മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്തെങ്കിലും പഠിക്കണം. 115JB എന്തായാലും അതിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ പ്രോബ്ലംസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്താണ്, 2 വെയിറ്റേജ് തിയറി വരാറുണ്ട്. പിന്നെ അതിലെ പ്രോബ്ലംസ് തന്നെയാണ്. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. വർക്കൗട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു എസ്സേക്ക് ഉണ്ടാവും, 3 വെയിറ്റേജിനുണ്ടാവും. 2 പാർട്ടിൽ നമുക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, യൂഷ്വൽ സാധാരണ കേസും JB വെച്ചുള്ള കേസും രണ്ടും പഠിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടോണേജ് ടാക്സേഷൻ ആണ്. സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഇൻകം ഷിപ്പിംഗ് കമ്പനി. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒന്നെങ്കിൽ തിയറി, അതല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം വരാറുണ്ട്. ഇപ്പോൾ ചില സമയത്ത് ടോണേജ് ടാക്സേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി 2 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. അതല്ലെങ്കിൽ ടോണേജ് ടാക്സേഷൻ്റെ പ്രോബ്ലം 3 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ടോണേജ് ടാക്സേഷൻ. അപ്പോൾ ടോണേജ് ടാക്സേഷൻ 2 വെയിറ്റേജ് തിയറിയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലം 3 വെയിറ്റേജിൻ്റെയിലും വരാറുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൽ ലാസ്റ്റ് ഒരു ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ 3 പാർട്ടിലും ചോദ്യങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു തിയറിയിൽ ഇതൊക്കെ കമ്പനിയുടെ പലതരത്തിലുള്ള ടോപ്പിക്കുകൾ, പിന്നെ ഈ പറഞ്ഞ ലാസ്റ്റ് ടോണേജ് ടാക്സേഷൻ്റെ തിയറി, മാറ്റ്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്, ഇതൊക്കെ തിയറിക്ക് കാണാറുണ്ട്. പ്രോബ്ലത്തിൽ നമുക്ക് 115JB വെച്ചിട്ടുള്ള പ്രോബ്ലം, ദെൻ നോർമൽ ടാക്സ് ലൈബിലിറ്റി, അസസ്മെൻറ്റ് ഓഫ് കമ്പനി, അത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം, പിന്നെ ടോണേജ് ടാക്സേഷൻ്റെ തിയറി വന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലം 3 വെയിറ്റേജിൻ്റെയും. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 6. ഞാൻ പറഞ്ഞു ഡിഫിക്കൽട്ടായിട്ടുള്ള, ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായുള്ള ഒരു ടോപ്പിക്കും നമ്മളൊന്ന് സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജറൽ ഡിസിഷൻസ്. അപ്പോൾ ഇതിൽ ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു ഒരുപാട് കാര്യങ്ങൾ. അതിൽ ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് മേക്ക് ഓർ ബൈ. ആദ്യം
ഒരു 3-4-5 ടോപ്പിക്കുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിൻ്റെയിലും ഒരെണ്ണം 3 വെയിറ്റേജിൻ്റെയിലും വരും. മാറി മാറി വരുന്നതാണ്. ബുക്കിൽ നോക്കുകയാണെങ്കിൽ വലിച്ചു വാരി കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ബട്ട് അതിൻ്റെ 2 വെയിറ്റേജിൽ ചോദിച്ചാൽ എത്രത്തോളം എഴുതണം, നമുക്കൊരു പാരഗ്രാഫാണ്. ആ രീതിയിൽ പഠിച്ചു വയ്ക്കുക. അതല്ലാണ്ട് പഠിച്ചിട്ട് ഇത് കഴിയില്ല. വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് മേക്ക് ഓർ ബൈ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് പഠിക്കുക. അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ഉണ്ട്, കുറച്ച് ഈസിയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് ഓൺ ഓർ ലീസ് പഠിക്കുക. അപ്പോൾ മൊത്തം നമുക്ക് എന്താണ് ടാക്സ് പ്ലാനിങ് പലതരത്തിലുള്ള കേസിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക് പഠിക്കാനുള്ളത്. അതിൽ മേക്ക് ഓർ ബൈ, ഓൺ ഓർ ലീസ് ചോദിക്കാറുള്ളതാണ് 2 വെയിറ്റേജിൽ. ഓക്കെ, റിപ്പീറ്റ് ആണ്. അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ഉണ്ട്. ചില സമയത്ത് പ്രോബ്ലം നമുക്ക് വരാം. ബട്ട് ഞാൻ പറഞ്ഞു, ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പുറത്ത് ഈസി ആയിട്ടുള്ളത് വരും. 7 ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ അപ്പുറത്തുണ്ടെങ്കിൽ അതിലേക്ക് പോകായിരിക്കും നല്ലത്. ഇൻഡയറക്റ്റ് ചോദ്യങ്ങൾ ചെയ്യണത് എനിക്ക് എന്താ പറയുക എതിർപ്പൊന്നുമില്ല. പക്ഷേ നമുക്ക് ഡിറക്റ്റ് ചോദ്യങ്ങൾ അപ്പുറത്തുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് അത് ചെയ്ത് സമയം ലാഭിച്ച് അടുത്തേക്ക് പോകായിരിക്കും നല്ലത്. എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യണ്ടേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് റിപ്പയർ ഓർ റീപ്ലേസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു റിപ്പയർ ഓർ റീപ്ലേസ്. ഇപ്പം 3 പറഞ്ഞില്ലേ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറി മാറി വരുന്നതാണ്. ഇതിനിടെ മുമ്പത്തെ പേപ്പറുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓർ ഡൊമസ്റ്റിക് സെയിൽസ് ഡിസിഷൻ, മറ്റൊരു ടോപ്പിക്ക്. ടാക്സ് പ്ലാനിങ് ഇൻ കേസ് ഓഫ് റിപ്പയർ ഓർ റീപ്ലേസ്മെന്റ് ഓർ റിന്യൂവൽ, ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ ഡിസിഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3-4-5 ടോപ്പിക്കുകൾ പറഞ്ഞു. ഈ 5 എണ്ണവും ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള പല പല കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും 1-2 ഒരെണ്ണം 2 വെയിറ്റേജിനും ഒരെണ്ണം 3 വെയിറ്റേജിനും കമ്പൽസറി ആയിട്ട് വരും. തിയറി എന്താണ്? മേക്ക് ഓർ ബൈ, ഓൺ ഓർ ലീസ്, പിന്നെ ഈ പറഞ്ഞ റിപ്പയർ ഓർ റീപ്ലേസ്, അതുപോലെ തന്നെ റിപ്പയർ, റീപ്ലേസ്മെന്റ് ഓർ റിന്യൂവൽ, എക്സ്പോർട്ട് ഓർ ഡൊമസ്റ്റിക് സെയിൽസ് പ്രൊമോഷൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നുണ്ട്, ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ ഡിസിഷൻ. ഇതിൻ്റെയൊക്കെ തിയറി എന്താണെന്നുള്ളത് പഠിക്കുക. 2 വെയിറ്റേജിൻ്റെയൊക്കെയാണ് കൂടുതൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലംസ് അതിൽ വരുന്നുണ്ട്. ഡിസിഷൻ റിലേറ്റിംഗ് ടു എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണോ കോൺട്രാക്ഷൻ, വളർത്തണോ തളർത്തണോ എന്നുള്ളതാണ്. തളർത്തണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം ഞങ്ങളുടെ അതിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് ശേഷം താഴെ കാണാൻ സാധിക്കും അമാൽഗമേഷൻ, ഡീമർജർ. 2 വെയിറ്റേജിന് റിപ്പീറ്റ് ആണ്. മിക്ക പേപ്പറിലും വരാറുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. അമാൽഗമേഷൻ എന്താണ്, ഡീമർജർ എന്താണ്, അതിൻ്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ നോക്കി വയ്ക്കുക. തിയറി ആണ് കേട്ടോ. 2 വെയിറ്റേജിൽ കണ്ടുവന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീമർജർ റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. ദെൻ അതിനുശേഷം ടാക്സ് പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻ കാണാം, ക്യാപിറ്റൽ സ്ട്രക്ചർ കാണാം, റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. ദെൻ ലാസ്റ്റ് ഏരിയയിലാണ് ഇനി പ്രോബ്ലംസ് എടുക്കുന്നത്. ഈ പറയുന്ന ടാക്സ് പ്ലാനിങ്, മാനേജറിയൽ ഇംപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തുള്ള കമ്പനിയുടെ പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഈ പറയുന്ന എസ്സേക്ക് ചിലപ്പോൾ ഇടാറുണ്ട്. ഭയങ്കര ഒരു എന്താണ് ഡിറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങളല്ല ഞാൻ പറഞ്ഞു, ഇൻഡയറക്റ്റ് മോഡിലുള്ളതാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം അത് അറ്റൻഡ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ള കാര്യങ്ങൾ. ഉള്ള ഡിറക്റ്റ് ചോദ്യങ്ങളൊക്കെ ഡിവിഡൻഡ് പോളിസി ആൻഡ് ടാക്സ് പ്ലാനിങ് ഉണ്ട്. ഇതൊക്കെ അപ്പം എന്ത് ചെയ്യണം, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ പറഞ്ഞ ടോപ്പിക്കുകളിലൊക്കെ കൺസെപ്റ്റുകൾ 2 വെയിറ്റേജിനും 3 വെയിറ്റേജിനും ചോദിച്ചാൽ എഴുതാൻ പാകത്തിന് പഠിക്കാം. പ്രോബ്ലംസ് ലാസ്റ്റുള്ള എക്സ്പാൻഷൻ, അതുപോലെ തന്നെ കോൺട്രാക്ഷൻ, പിന്നെ കൺസെപ്റ്റ്, ലാസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ. സോ നിങ്ങൾ എല്ലാ ടോപ്പിക്കുകളും പഠിച്ച് ബാക്കി ടൈമിൻ്റെ ബേസിൽ ഇതിലത്തെ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞില്ലെങ്കിലും അപ്പുറത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എസ് എ 4 2 എഴുതിയാൽ മതിയല്ലോ. ഈ പറയുന്ന 3 വെയിറ്റേജ് ആണെങ്കിലും 7 നമുക്ക് 4 അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആവാൻ നോക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടാക്സ് പ്ലാനിങ് അണ്ടർ വാരിയസ് സർക്കംസ്റ്റാൻസസ്. ഇതാണ് വരുന്നത്. ഇതിൽ നിന്നും തിയറി ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരും. ഏരിയാസ് ഓഫ് ടാക്സ് പ്ലാനിങ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961, ലൊക്കേഷൻ ഓഫ് ബിസിനസ്, നേച്ചർ ഓഫ് ബിസിനസ്, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ കാണാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളത് ആദ്യം
ലൊക്കേഷൻ ഓഫ് ബിസിനസ്സിൽ ഇൻക്ലൂഡിങ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. സ്പെഷ്യൽ ഇക്കണോമിക് സോണിനെ റിലേറ്റ് ചെയ്തുള്ള തിയറി റിപ്പീറ്റ് ആണ്. ടാക്സ് പ്ലാനിങ് ഇൻ ലൊക്കേഷൻ ഓഫ് ബിസിനസ്, അതിൽ സ്പെഷ്യൽ ഇക്കണോമിക് സോണിനെ റിലേറ്റ് ചെയ്തുള്ള തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 10A ഇൻകം ഫ്രം ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് യൂണിറ്റ് ഇൻ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിർബന്ധമായും അത് പഠിച്ചിരിക്കണം. പിന്നെ ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു നേച്ചർ ഓഫ് ബിസിനസ് തിയറി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തിയറി എസ്സേക്ക് നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള. ബട്ട് ഞാൻ പറഞ്ഞു, അപ്പുറത്ത് നിങ്ങൾക്ക് കമ്പനിയും ഫേമും കിട്ടുകയാണെങ്കിൽ അത് എഴുതായിരിക്കും ഏറ്റവും സ്കോർ ചെയ്യാൻ നല്ലത്. അപ്പോൾ ടാക്സ് പ്ലാനിങ് ഇതൊക്കെ ഒരുപാടുണ്ട്. ടാക്സ് ലോ ആയതുകൊണ്ടേ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ടോപ്പിക്ക്. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നേച്ചർ ഓഫ് ബിസിനസ്, പിന്നെ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഓരോ ഫോമിൻ്റെയും ടാക്സ് പ്ലാനിങ് ആണ്. ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്ററുടെ, HUFൻ്റെ, കമ്പനിയുടെ അതാണ് വരുന്നത്. അതിൽ ഈ കമ്പനീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടാക്സ് പ്ലാനിങ്, അതിലും നമുക്ക് പ്രോബ്ലംസിൻ്റെ ഏരിയാസ് ചെറുതായിട്ടുള്ളത് കാണാൻ പറ്റും. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉണ്ട്. അപ്പോൾ ഇതിൽ തിയറി കൂടുതൽ കണ്ടുവരാറ് ഒരു ബിസിനസ് പുതിയതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അതായിരുന്നു SAക്ക് വരണം ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടാക്സ് പ്ലാനിങ് എന്താണ്, അതല്ലെങ്കിൽ ബേസിക് ചോദ്യം ടാക്സ് പ്ലാനിങ്, ടാക്സ് മാനേജ്മെൻറ്റ്, ഇതിൻ്റെയൊക്കെ റിലവൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ള ചോദ്യം. പിന്നെ ലാസ്റ്റ് നമുക്ക് ടാക്സ് പ്ലാനിങ് ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടാക്സ് പ്ലാനിങ് ഇൻ റെസ്പെക്ട് ഓഫ് ബിസിനസ് ഇൻ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ തിയറി ഉണ്ട്, അത് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബട്ട് ഞാൻ പറഞ്ഞു സ്മാർട്ടായിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങൾ നടത്തുക. എന്താ, ടാക്സ് പ്ലാനിങ് ഇൻ റിലേറ്റഡ് ടു ലൊക്കേഷൻ ഓഫ് ബിസിനസ് പഠിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സ്പെഷ്യൽ ഇക്കണോമിക്സ് ഒന്ന് നോക്കുക. ദെൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ടാക്സ് പ്ലാനിങ് എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് പഠിക്കുക. അപ്പോൾ ലൊക്കേഷനും നേച്ചർ ഓഫ് ബിസിനസ്സും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ടാക്സ് പ്ലാനിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ ഇപ്പോൾ ചെറിയ ഏതെങ്കിലും ടോപ്പിക്സ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ മാത്രം അപ്രോച്ച് ചെയ്യുക. എന്തായാലും ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് ഇടുന്നുണ്ടെങ്കിൽ കണ്ടുവരാറ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഫോം ഓഫ് ഓർഗനൈസേഷൻസ് പലതും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, കമ്പനി, ഫേം, ഇതിൻ്റെ ഒക്കെ ടാക്സ് പ്ലാനിങ് എന്താണെന്നുള്ളത് ചെറുതാക്കി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താ വേണ്ടേ, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ പഠിച്ചു വയ്ക്കുക. ഞാൻ പറഞ്ഞു നേച്ചർ ഓഫ് ബിസിനസ്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, ലൊക്കേഷൻ്റെ ആ കാര്യങ്ങൾ. അതിൽ നിന്ന് എന്തെങ്കിലും തിയറി പലപ്പോഴും കാണാറുണ്ട്. പ്രോബ്ലംസ് ടൈമിൻ്റെ ബേസിൽ മാത്രം അപ്രോച്ച് ചെയ്യുക. ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങളാണ് 5ാമത്തെ ചാപ്റ്റർ ആണെങ്കിലും 6ാമത്തെ ചാപ്റ്റർ ആണെങ്കിലും വരാറ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ടോട്ടൽ 7 ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് 5ാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് തിയറി ഡിറക്റ്റ് ചോദ്യങ്ങളുണ്ട്. ഞാൻ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ഏറ്റവും കൂടുതൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഇപ്പം കമ്പനി, ഞാൻ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ഏറ്റവും കൂടുതൽ വരുന്നത് ആദ്യത്തെ ട്രസ്റ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പ്രോബ്ലംസ് ഓരോന്നും നമുക്ക് 3 വെയിറ്റേജിൻ്റെ കമ്പൽസറി ആയിട്ട് വരാറുള്ളതാണ്. ബട്ട് തിയറി 2 വെയിറ്റേജിൻ്റെയിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് ചാപ്റ്റർ നമ്പർ 5 ഡിറക്റ്റ് ചോദ്യങ്ങളാണ്. ഓണർ റിലീസ്, അമാൽഗമേഷൻ, ഡീമർജർ, അതൊക്കെ എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഏതാണ് ചാപ്റ്റർ നമ്പർ 5 ഡിറക്റ്റ് ചോദ്യങ്ങൾ 2 വെയിറ്റേജിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളതാണ്. ദെൻ അതിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ലാസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ നിങ്ങൾ പഠിച്ച് അവസാനിപ്പിച്ചോ. എക്സാമിന് 4 ചോദ്യങ്ങൾ വരുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചെയ്യുക. ഇൻഡയറക്റ്റ് മോഡിലുള്ളത് നിങ്ങൾക്ക് ചോദിച്ചാൽ ഓക്കെ ആണെങ്കിൽ ചെയ്യാം. കാരണം പല ചോദ്യങ്ങളും ഇൻഡയറക്റ്റ് മോഡ് എങ്ങനെയാണ്, ഒരു സജഷൻ, പ്രപ്പോസൽ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പോഴാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടവരാ, കുറച്ച് കൂടുതൽ ചിന്തിച്ച് ആൻസർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് ഈ 3 മണിക്കൂറിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടായുള്ളൊരു പേപ്പർ ചിലപ്പോൾ സമയം കിട്ടണമെന്നില്ല. അപ്പുറത്ത് നല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് എഴുതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാൻ 5 മൊഡ്യൂളിനെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്, 90% അബോവ് മാർക്ക് വേണ്ട കുട്ടികൾ എന്ത് ചെയ്യുക, ആദ്യത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് ലാസ്റ്റ് ഏരിയാസിലോട്ടും നന്നായിട്ട് പഠിച്ചോളൂ.
ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? 2 വെയിറ്റേജ് കിട്ടാൻ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെ? ഫേം, സൊസൈറ്റി, ട്രസ്റ്റ്, AOP ഈസി ആയിട്ട് കഴിയും. കമ്പനി ഇത്ര പഠിച്ചാൽ തന്നെ 70% കൂടുതൽ കിട്ടും. ദെൻ എന്താ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 വെയിറ്റേജ് എവിടെ നിന്ന് കിട്ടും? 5th ചാപ്റ്ററിൽ ഈ പറയുന്ന ഡിറക്റ്റ് ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് പഠിക്കുക. 6th ഡിറക്റ്റ് ചോദ്യങ്ങൾ തിയറി ഉണ്ട്, അത് പഠിച്ച് അവസാനിപ്പിക്കുക. പിന്നെ essay ഒരെണ്ണം ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് കമ്പൽസറി ആണ്, എല്ലാ പേപ്പറിലും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും കഴിയാത്തവർ ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് തിയറി എന്ത് ചെയ്തോ, നോക്കി വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞു 5ലെയോ 6ലെയോ ഒരു പ്രോബ്ലം ഇൻഡയറക്റ്റ് മോഡിലുള്ളത് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് മൊത്തം പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാം റിലേറ്റഡ് ലൈവ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽ വീഡിയോയും അവൈലബിൾ ആയിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.